വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ അവിടെ കുറച്ച് ഉണങ്ങിയ സ്രാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി വാഷ് ചെയ്യണം. 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് വാഷ് ചെയ്തെടുത്തതാ. തീരെ വെള്ളമില്ലാണ്ട് ഇങ്ങനെ എടുക്കണം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് നോക്കിയിട്ടിടാം നമുക്ക്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അച്ചാറിൻ്റെ പൗഡർ ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. കടുക്, ഉലുവ, കുറച്ച് പെരുംജീരകവും കൂടിയിട്ട് നന്നായി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു നുള്ള് നല്ല ജീരകം, ഒരു നുള്ള് പെരുംജീരകം കൂടിയിട്ട് നന്നായി വറുത്ത് പൊടിച്ചെടുത്തതായത്. കടുകുണ്ട്, ഉലുവ ഉണ്ട്, എല്ലാം. ഇതിൽ കായം ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അത് ഞാൻ കുറച്ച് കറിവേപ്പില ആദ്യം മീൻ തീരെ വെള്ളമില്ലാണ്ട് വെക്കാം. തീരെ വെള്ളമില്ലാണ്ട് വെക്കാം. നമുക്കിതൊന്ന് അഴത്തി കൊടുക്കാം. ഇത് നന്നായി ഉണങ്ങി പൊരിഞ്ഞ് വരണം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ പൊരിഞ്ഞോട്ട് എടുക്കാം. ഇതേപോലെ നന്നായി മൊരിഞ്ഞ് വരണം, ഉണങ്ങി മൊരിഞ്ഞ് കിട്ടും. നമുക്കിതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ആ കടായി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായി വന്നുകൊണ്ട് കടുക് വേഗം പൊട്ടുന്നുണ്ട്. ഇത് വേഗം ഇപ്പോൾ തീ നല്ലോണം വേഗം കത്തും. ഇങ്ങനത്തെ നമ്മൾ ഓൺലൈനിൽ കിട്ടും ഇതേപോലത്തെ. അത് വാങ്ങിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ അടുപ്പ് അങ്ങനെ തീയൊന്നും എടുക്കും പാളി പോവില്ല. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നന്നായി വറഞ്ഞ് നല്ലോണം വറഞ്ഞു. അപ്പോൾ അതൊക്കെ വാടി വന്നിട്ടുണ്ട്. നന്നായി വാടിയാണ്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയിട്ടെടുക്കാം. മീൻ കുറവല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കാശ്മീരി മുളകാണ്, പിരിമുളക്. അങ്ങനെ കുറച്ച് എരിവുണ്ടാവും, നല്ല ഫുള്ള് എരിവുണ്ടാവില്ല. മഞ്ഞൾ, ഉപ്പ് ഇടുന്നില്ല, നോക്കാം നമുക്ക്. എന്നിട്ട് ഉപ്പിടാം. ഈ അച്ചാറിൻ്റെ പൊടി കുറച്ച് കൊടുക്കുക, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച അച്ചാറിൻ്റെ പൊടിയാണ് ഞാൻ. ഇനി അതൊന്ന് ഇറക്കിയിട്ട് തീ ഓഫാക്കാം. കുറച്ച് കായ ഇട്ട് കൊടുക്കുക. ഞാനിത് വറക്കുമ്പോൾ കായ ഇട്ട് കൊടുത്തിട്ടില്ല. മീൻ ഇട്ട് കൊടുക്കുക. നമുക്ക് സ്വർക്ക ഒഴിച്ച് കൊടുക്കാം. സ്വർക്ക കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇനി നമുക്ക് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉണ്ട്.
വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചോണ്ടാണ് ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഉപ്പും കൂടി കാണിക്കാം, ഇത്ര മതി. ഇനി ഇത് നന്നായി പൊരിച്ച് വരുന്നുണ്ട്. ചൂടാതിൻ്റെ ശേഷം നമുക്കൊരു കുപ്പിയിലേക്കാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത് ഉണക്കിയാലേ ഇടാൻ പാടുള്ളൂ. തീരെ വെള്ളമില്ലാത്തതിൽ ഇട്ട് കൊടുക്കണം. ഇതൊരു കുപ്പിയിലാക്കി വെച്ചാൽ തീരെ കേടാവില്ല. നല്ലൊരു അച്ചാറായത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഞാൻ അച്ചാറിൻ്റെ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഞാൻ വാങ്ങലില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. കടുക്, ഉള്ളി, ഇത്തിരി നല്ല ജീരകം, ഇത്തിരി പെരുംജീരകം കൂടിയിട്ട് കൂട്ടിക്കൊണ്ട് വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.